വെൽക്കം ടു ഇവാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉടുപ്പി സ്പെഷ്യൽ 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഗോതമ്പ് പൊടി, മൈദ, റവ, മലബാർ സ്പിനാച്ച്, സാൾട്ട്, ഷുഗർ, കോക്കനട്ട്. അപ്പോൾ നമുക്ക് ഈ ചീര അതിൻ്റെ ഇലയെല്ലാം ആദ്യമേ എടുത്ത് വെക്കണം. അതിൻ്റെ തണ്ട് വേണ്ട. ഇതിനകത്തേക്ക് ഒരു 4 സ്പൂൺ കോക്കനട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഗോതമ്പ് പൊടിയും മൈദയും റവയും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇലയും തേങ്ങയും കൂടെ നമുക്ക് ഗ്രൈൻഡറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ എസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഈ മിക്സിനകത്ത് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്സ് ആണ്. ഈ ഇല കിട്ടാത്തവർക്ക് നമ്മുടെ നാട്ടിലത്തെ വെള്ളച്ചീര വെച്ചും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നീര് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇച്ചിരി നെയ്യ് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ നീര് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചപ്പാത്തിയുടെ പാകത്തിലാണിത് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ടേബിൾ ടോപ്പിലിട്ട് നമ്മൾ നന്നായിട്ട് ഇത് പരത്തി കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അവിടെ നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ അവിടെയാണ് ഇത് നല്ല ചപ്പാത്തിയുടെ കൂട്ട് നല്ല നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ എക്സ്ട്രാ പീസസ് സൈഡിൽ നിന്നെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ലെവലായിട്ട് കിട്ടും. ഇനി നല്ല സ്ക്വയർ പീസായിട്ടാണ് ഇത് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പീസെല്ലാം ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഓരോ സ്ക്വയർ പീസിനെയും ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണിത് ചെയ്യാൻ. നമ്മുടെ ഫോൾഡിങ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്കിട്ട് ഓരോന്നും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുന്നിടം വരെ ഇത് വറുത്തെടുക്കണം. നമ്മുടെ ഫസ്റ്റ് ബാച്ചസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. അത് പഞ്ചസാര സിറപ്പ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്തേക്ക് ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര വേണ്ടാത്തവർക്ക് ഇതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്, അങ്ങനെയും യൂസ് ചെയ്യാം. സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോയുമായിട്ട് വരുന്നതിന് വരെ സ്റ്റേ ട്യൂൺ. ബൈ.